ജയന്റ് എപ്പോഴും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ഏതെങ്കിലും ബോട്ട് കേടായാൽ അത് വലിച്ചു കരയിലെത്തിക്കും. തണുപ്പ് കാലത്ത് മഞ്ഞ് കട്ട പിടിച്ചാൽ വലിയ കല്ല് കൊണ്ട് അത് പൊട്ടിച്ചു കളയും. ആ ഗ്രാമത്തില് പാലം ഇല്ലാത്തത് കൊണ്ട് വണ്ടികളെല്ലാം കയ്യിലെടുത്ത് ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിക്കാനും അവൻ സഹായിക്കുമായിരുന്നു. രാത്രിയിൽ ആളുകൾക്ക് വഴികാട്ടിയായും കരയിൽ കുടുങ്ങിയ തിമിംഗലങ്ങളെ വീണ്ടും കടലിലേക്ക് എത്തിച്ചും അവൻ എല്ലാവരെയും സഹായിച്ചു. ഗ്രാമം ഒരു വലിയ നഗരമായി മാറി. വലിയ കപ്പലുകൾ വന്നതോടെ മഞ്ഞ് പൊട്ടിക്കാൻ ജയന്റിനെ വേണ്ടതായി. പാലങ്ങളും യന്ത്രങ്ങളും വന്നതോടെ അവന്റെ ജോലികളെല്ലാം ഇല്ലാതായി. ഒരിക്കൽ അബദ്ധത്തിൽ വീണപ്പോ ഒരു പാലം പോലും തകർന്നു പോയി. ഒടുവിൽ അവനെ ഇനി ആർക്കും ആവശ്യമില്ലെന്ന് കരുതി അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. ഒരു ദിവസം വെള്ളത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോ പെട്ടെന്ന് കടല് പിൻവാങ്ങി. മുന്നിൽ നിന്ന് ഒരു വലിയ സുനാമി തിരമാല നഗരത്തിലേക്ക് പാഞ്ഞു വരുന്നത് അവൻ കണ്ടു. ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ രണ്ട് മലകൾക്കിടയിൽ കയറിയിരുന്ന് അവൻ സ്വന്തം ശരീരം കൊണ്ട് തിരമാലയെ തടഞ്ഞു. എന്നാൽ ആ തിരമാല അവനെ കഷ്ണങ്ങളാക്കി തകർത്തു. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും നഗരത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അവൻ രക്ഷിച്ചു. കടലിൽ മുങ്ങിപ്പോയ അവന്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് അവന്റെ ഒരു സ്മാരകമുണ്ടാക്കി.